Hi my dear friends. As I told you early, means ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ it is time for us to talk in English. നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുവാനുള്ള സമയമായിരിക്കുന്നു. Did you start to talking at home in English? Or to home means I mean in your daily life, did you start talking in English? നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇറ്റ് ഈസ് ടൈം ഫോർ അസ് ടു സ്റ്റാർട്ട് ഇറ്റ്. ഇത് നമുക്ക് അത് തുടങ്ങേണ്ട സമയം ഇതാ ആയിരിക്കുന്നു. ഈ കുറച്ച് പേര് നിങ്ങൾ ഈ കോമൺ കമന്റ്സ് നിർത്തിയിട്ട് കോണ്ടാക്ട് നമ്പർ തന്നതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പേഴ്സണലായിട്ട് വിളിക്കുവാൻ തുടങ്ങി. അതല്ല, നമുക്ക് കോണ്ടാക്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല, അത് സംശയങ്ങൾ ചോദിക്കുവാൻ വേണ്ടി. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കോമൺ കമന്റ് ആയിട്ട് ഇടുക. എന്നാലല്ലേ നമുക്ക് എല്ലാവർക്കും കൂടി അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇത് വരുത്താൻ സാധിക്കുള്ളൂ. അത് തന്നെയല്ല, നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിനോടൊപ്പം ഈ ക്ലാസ് എത്രത്തോളം ഇഷ്ടമായി, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എങ്കിൽ വേറെ ഏത് രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്, നിങ്ങളുടെ പഠന ശേഷി പഠിക്കുവാനുള്ള എത്രത്തോളം ഇത് സഹായമാകുമെന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ഈ ലൈക്കിനെയും കമന്റ്സിനെയും ആശ്രയിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ പറയുന്നത് ഈ ക്ലാസ് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്നത് നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇതിനോട് ഒന്ന് കമന്റ് ചെയ്ത് പ്രതികരിച്ചുകൊണ്ട് നിങ്ങൾ ഇതിന് മറുപടി തരണം കേട്ടോ. ഇതൊന്ന് നോക്കിയേ, ഈ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് നോക്കിയേ. ഓക്കെ, കം ടു ദി ബോർഡ്. ഇതാ, ലുക്ക് അറ്റ് ദി ബോർഡ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കിയേ. ഐ യൂസ്ഡ് ടു ടെൽ യു ഡോണ്ട് ടോക്ക് മലയാളം. ഞാൻ നിങ്ങളോട് പതിവായി പറയാറുണ്ടായിരുന്നു മലയാളം സംസാരിക്കരുത്. മലയാളം സംസാരിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പതിവായി പറയാറുണ്ടായിരുന്നു. ഫോർ വാട്ട്? അത് എന്തിനു വേണ്ടിയായിരുന്നു? ടു ഇംപ്രൂവ് അവർ ലാംഗ്വേജ്. നമ്മളുടെ ലാംഗ്വേജ് വർദ്ധിപ്പിക്കുന്നതിനായി മലയാളം സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഒഴിവാക്കണമെന്നല്ല. നമ്മുടെ സംസാരത്തിൽ കൂടുതലായി മലയാളം ഉൾക്കൊള്ളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർ യു ടോക്കിംഗ് ലൈക്ക് ദാറ്റ്? നിങ്ങൾ അതുപോലെയാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? കുറച്ചു പേര് പറഞ്ഞു സംസാരിച്ചു വരുന്ന ഇടയ്ക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നത്, അവൻ എന്റെ അടുത്തേക്ക് ഓടി വന്നു. അതെങ്ങനെ പറയണമെന്ന്? എന്റെ അടുത്തേക്ക് ഓടി വന്നു അതെങ്ങനെയാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നു. അതിന്റെ ഉത്തരം ആദ്യമേ ഞാൻ പറഞ്ഞു തരാം. അവൻ എന്റെ അടുത്തേക്ക് ഓടി വന്നു. അവൻ എന്റെ അടുത്തേക്ക് ഓടി വന്നു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഒന്ന് ഓർത്ത് നോക്കിയേ. അവൻ, ഹി, ഓടി വന്നു. He ran to me. അവൻ എന്റെ അടുത്തേക്ക് ഓടി വന്നു എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞാൽ മതി. അവൻ എന്റെ അടുത്തേക്ക് ഓടി വന്നു. അവൻ എന്റെ അടുത്തേക്ക് ഓടി വന്നു എന്നുള്ളത് പോലെ ഞാൻ അവളുടെ അടുത്തേക്ക് പോയി എന്ന് പറയണമെങ്കിലോ, ഞാൻ അവളുടെ അടുത്തേക്ക്
ഞാൻ അവളുടെ അടുത്തേക്ക് പോയി. ഞാൻ അവളുടെ അടുത്തേക്ക് പോയി എന്ന് പറയണം. എങ്ങനെ പറയണം? ഇത് ഞാൻ ഐ പോയി. ഐ വെന്റ് ടു ഹെർ എന്ന് പറഞ്ഞാൽ മതി. ഇതിന് അടുത്തെന്നുള്ള നിയർ ഒന്നും നോക്കണ്ട. ഐ വെന്റ് ടു ഹെർ, ഞാൻ അവളുടെ അടുത്തേക്ക് പോയി എന്ന മീനിങ് ഇതിന് വന്നോളൂ. ഐ വെന്റ് ടു ഹെർ. അങ്ങനെയാണ് അവൾ എന്റെ അടുത്തേക്ക് വരും എന്ന് പറയണമെങ്കിലോ, അവൾ എന്റെ അടുത്തേക്ക് വരും എന്ന് നമുക്ക് പറയണം. അവൾ എന്റെ അടുത്തേക്ക് വരും എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയണം? ഷീ വരും. ഷീ വിൽ കം ടു മീ. ഷീ വിൽ കം ടു മീ. അവൾ എന്റെ അടുത്തേക്ക് വരും. ഇങ്ങനെ ഉള്ള സംസാരത്തിനാണ് അവർക്കെല്ലാം കുറെ അധികം പേര് പറഞ്ഞു, ഇങ്ങനെ സംസാരിച്ചു വരുന്നതിനാണ് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നതെന്ന്. ഞാൻ ഇത്രയും കാര്യങ്ങള് പറഞ്ഞു കഴിയുമ്പോൾ ഇനിയും നമുക്ക് ഇതിന്റെ സബ്ജക്റ്റും വെർബും മാറ്റി ഇതിനെ സംസാരിക്കാൻ പഠിക്കാമല്ലോ. ഇതെന്ന് ഓർമ്മയിൽ വെക്കുക. കാരണം പലരും പറഞ്ഞ ഒരു ചെറിയൊരു കംപ്ലൈന്റ് ആണ്, സംസാരിച്ചു വരുമ്പോൾ അവർക്ക് ഇതുപോലെയുള്ള വാക്കുകൾ കിട്ടുന്നില്ല എന്ന്. അതാണ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ സമയമായി. നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കുകൾ തന്നെയാണ്. പക്ഷെ ഇതിനെ നമ്മൾ സംസാരിച്ചു വരുമ്പോൾ ഇതിന്റെ അകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയേ. നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ സമയമായി, എന്തെങ്കിലും ചെയ്യുവാൻ സമയമായി എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന എന്തായിരുന്നു? ഇറ്റ്സ് ടൈം. നമുക്ക് ഇറ്റ്സ് ടൈം ഫോർ അസ് ടു ടോക്ക് in English. ഇംഗ്ലീഷിൽ ഇറ്റ് ഈസ് ടൈം ഫോർ അസ് ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ്. നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ സമയമായി. ദെൻ പിന്നെ എന്നാണ് പറയേണ്ടത്? ഇത് നമുക്ക് നിങ്ങൾ റെഡിയാണോ? നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ സമയമായി, നിങ്ങൾ റെഡിയാണോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇനി നമുക്ക് ഈ ചെറിയ വാക്കുകൾ കൊണ്ടോ നൗണോ പ്രൊനൗണോ കൊണ്ടിരുന്നിട്ട് കാര്യമല്ല. നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ സമയമായി, നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിക്കണം. അന്നേരം എങ്ങനെ ചോദിക്കും? നിങ്ങൾ റെഡിയാണോ? ഇതെങ്ങനെയാ ചോദിക്കുന്നത്? ഇത് ചോദിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങിയാണ്. ആർ യു റെഡി? നിങ്ങൾ റെഡിയാണോ എന്ന്. നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ സമയമായി. ആർ യു റെഡി? നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിക്കുക. അന്നേരം ചോദിക്കുക, ഇത് ഇത്രയും ഞാൻ പറഞ്ഞപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പറയുവാനുണ്ടോ? ഞാൻ ഇത്രയും പറഞ്ഞു, ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പറയുവാനുണ്ടോ? മറ്റെന്തെങ്കിലും എന്നുള്ളതിന്റെ വാക്ക് എന്താണ്? എനിത്തിങ് എൽസ്. മറ്റെന്തെങ്കിലും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പറയുവാനുണ്ടോ? അതെങ്ങനെയാ ചോദിക്കുന്നത്? നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. നിങ്ങൾക്കുണ്ടോന്ന് ചോദിക്കുന്ന പണ്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയതാണ്. ഡു യു ഹാവ്? നിങ്ങൾക്കുണ്ടോ? എന്ത്? എനിത്തിങ് എൽസ്. മറ്റെന്തെങ്കിലും. ഡു യു ഹാവ് എനിത്തിങ് എൽസ് ടു സേ? ഡു യു ഹാവ് എനിത്തിങ് എൽസ് ടു സേ? നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പറയുവാനുണ്ടോ? നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പറയുവാനുണ്ടോ? ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പറയുവാനുണ്ടോ? നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല എന്നായിരിക്കും, ഞങ്ങൾ അതിന് പ്രാപ്തരായില്ല എന്നായിരിക്കും പറയുന്നത്. അങ്ങനെയാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, ബുദ്ധിമുട്ടണ്ട. ഡോണ്ട് വറി മീൻസ് ബുദ്ധിമുട്ടേണ്ട.
ബുദ്ധിമുട്ടേണ്ട. ഡോണ്ട് വറി. പിന്നെയോ, ഇത് സമയം കഴിഞ്ഞു പോയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇനിയും താമസിക്കരുത്. ഡോണ്ട് വറി, ബുദ്ധിമുട്ടേണ്ട. പക്ഷേ ഇനിയും താമസിക്കരുത്. Don't be late again. പക്ഷേ ഇനിയും താമസിക്കരുത്. കാരണം എന്താണ്? ടൈം ഈസ് ഓവർ. സമയം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ടൈം ഈസ് ഓവർ. സമയം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ടെല്ലിംഗ് ടു യു അഗെയിൻ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഡോണ്ട് ബി ലേറ്റ്. ഇനിയും താമസിക്കരുത്. ബിക്കോസ് ടൈം ഈസ് ഓവർ. സമയം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കിനിയും ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനിയും നിങ്ങൾ താമസിക്കരുത്. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഇതുപോലെയുള്ള, ഞാൻ അവളുടെ അടുത്തേക്ക് വന്നു, അവൻ എൻ്റെ അടുത്തേക്ക് വന്നു, അങ്ങനെയൊക്കെയുള്ള അടുത്തേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നിങ്ങൾക്ക് ഇനിയും സംസാര ഭാഷയിൽ വരൂ എന്ന് എനിക്കറിയാം. അത് നമുക്കിങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളത് ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ചെയ്തുകൊണ്ട്, പക്ഷെ ഇനിയും നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ തുടങ്ങണം. നിങ്ങളുടെ കൂട്ടുകാരോട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരോട്, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാര ഭാഷയിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ സംസാരിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നത് ജസ്റ്റ് ഇൻഫോം മീ. ഓക്കെ, ആർ യു റെഡി ടു ഫോളോ ദ സിസ്റ്റം വിച്ച് ഐ ടോൾഡ് യു നൗ? ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞ ആ രീതി നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആക്കുവാൻ നിങ്ങൾ റെഡിയാണോ? If it is so, if you are ready, you do one thing, just comment about it, and if you like this video, just like it and share it. Okay, till we meet again with the next class. Goodbye.